ഹായ് ഹലോ എല്ലാവർക്കും പവിത്രം സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വേദയുടെ അമ്മയും വിക്രമിൻ്റെ അമ്മയും കൂടെ അമ്പലത്തിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന രംഗങ്ങളാണ്. വേദയെ വീട്ടിലേക്ക് തിരിച്ചു വിടണമെന്ന് പറയുന്ന ആ രംഗങ്ങളാണ് നമ്മുടെ വേദയുടെ അമ്മ പറയുന്നത്. അപ്പം വിക്രത്തിൻ്റെ അമ്മ പറയുന്നുണ്ട്, അവളുടെ നമ്മൾ എത്ര അവളോട് ഒരു വെറുപ്പ് കാണിച്ചാലും പക്ഷേ അവൾ കൂടുതൽ കുടുംബത്തോട് അടുക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ സ്വന്തം വീട്ടുകാർക്കും കുടുംബത്തിനും വേണ്ടി ഇത്രയും സ്നേഹിക്കുന്ന ഒരു മരുമോളെ ഞാൻ എങ്ങനെയാണ് പത്മ വേണ്ടെന്ന് വെക്കുന്നത്? എന്തായിരുന്നാലും പത്മ പറഞ്ഞ ആ ഒരു കാര്യത്തോട് ഇനി എനിക്ക് യോജിക്കാൻ പറ്റില്ല. അവർ നല്ല രീതിയിൽ സന്തോഷത്തോടു തന്നെയാണ് പോകുന്നത്. എനിക്ക് വേണം ആ മരുമോളെ. ഇപ്പോൾ എന്നേക്കാൾ ഏറെ കൂടുതൽ ആ മരുമോൾ ആ വീട്ടിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നത് മാഷ് മാത്രമാണ്. എന്തായാലും ഇനി ഇതിനെക്കുറിച്ചൊരു സംസാരം നമുക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വിക്രമിൻ്റെ അമ്മ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. അപ്പം വേദയുടെ അമ്മ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇനി എന്തായാലും അത് കഴിയില്ലല്ലോ എന്നുള്ള ആ ഒരു ഇതിൽ. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് അടുത്ത് കാണിക്കുന്നത് നമ്മുടെ വിക്രമും യൂണിയൻ പ്രവർത്തകരും കൂടെ സമാധാനപരമായിട്ട് ഇതേപോലെ ഓഫീസിന് മുന്നിലിരുന്ന് സമരം ചെയ്യുകയും മുദ്രാവാക്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന രംഗങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ അവർ സമരം മുദ്രാവാക്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലേക്ക് നമ്മുടെ ശ്രീകാന്ത് കാറിൽ വരികയാണ്. വന്നിട്ട് അവരോടൊന്നും സംസാരിക്കുന്നില്ല. കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് നിങ്ങൾ എത്തിക്കോളൂ എന്നിങ്ങനെ ആരോടോ പറയുന്നുണ്ട്. എന്നിട്ട് നടന്ന് ഇവരെ പോലും നോക്കാതെ നേരെ ഓഫീസിനകത്തോട്ട് കയറി പോവുകയാണ്. ഈ സമയത്ത് തന്നെ ഉടനെ നമ്മുടെ SIയെ വിളിച്ചിട്ട്, സാർ ഇവിടെ എല്ലാം റെഡിയായിട്ടുണ്ട്, നിങ്ങൾ പറയുന്ന സമയത്ത് തന്നെ എത്തിക്കൊള്ളണം എന്ന് പറഞ്ഞ് അവരെയും സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ എന്തോ ഒരു പ്രശ്നത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നമ്മുടെ ശ്രീകാന്ത് പ്ലാൻ ചെയ്ത് വെക്കുകയാണ്. അങ്ങനെ അവർ മുദ്രാവാക്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലേക്ക് ഒരു 6 പേര് മുദ്രാവാക്യം പറഞ്ഞുകൊണ്ട് ഇവരുടെ ഈ സമരപന്തലിനിടയിലേക്ക് വന്ന് കയറുകയാണ്. അപ്പം വിക്രമും കൂട്ടാളികളൊക്കെ ഇതാരാ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കുകയാണ്. വിക്രം മുദ്രാവാക്യം പറയുന്നത് നിർത്തുകയാണ്. ഉടനെ അതിലുള്ള ഒരാൾ തന്നെ വന്നിരുന്നിട്ട്, എടാ ശ്രീകാന്തെ, നിൻ്റെ തല വെട്ടിക്കളയും, ശ്രീകാന്തെ നീ അവകാശങ്ങളുണ്ട് വെച്ചാൽ നിന്നെ അത് ചെയ്ത് കളയും, നിന്നെ ഇത് ചെയ്ത് കളയും എന്നൊക്കെ പറഞ്ഞങ്ങ് മുദ്രാവാക്യങ്ങളൊക്കെ വിളിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വിക്രം എഴുന്നേറ്റിട്ട്, നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഇതൊക്കെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. പക്ഷേ വിക്രമിൻ്റെ വാക്കുകൾക്ക് വില കൊടുക്കുകയോ അല്ലെങ്കിൽ അതിന് പറയുന്നത് കേട്ടിട്ട് നിർത്താനോ ഒന്നും അയാൾ ശ്രമിക്കുന്നില്ല. ഭയങ്കരമായിട്ട് ഇങ്ങനെ ശ്രമിക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് കൂട്ടലെടുത്ത് കയറിയിടാം, കല്ലെറിയിടാം എന്നിങ്ങനെ പറയണം. ഉടനെ തന്നെ ആ കൂട്ടത്തിൻ്റെ ഇടയിൽ കയറിയിരുന്ന ഇയാളുടെ കൂട്ടത്തിൽ വന്ന 4-5 പേര് കല്ലൊക്കെ എടുത്തെറിയും, അങ്ങോട്ടും ഇങ്ങോട്ടും അടികളാവുകയാണ്. ഇതിൻ്റെ ഇടയിലേക്ക് ശ്രീകാന്ത് ഓടി കയറി വരികയാണ്. എന്നിട്ട് ശ്രീകാന്ത് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരെയൊക്കെ മാറ്റുകയാണ്. ആ മാറ്റിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ശ്രീകാന്ത് വിക്രത്തിനെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഒരാളെ കണ്ണ് കാണിച്ചിട്ട് ഇങ്ങനെ കാണിക്കുകയാണ്, എന്തോ ചെയ്യുക എന്നുള്ള രീതിയിൽ കാണിക്കുകയാണ്. കാണിച്ചിട്ട് വിക്രത്തിനെ പിടിച്ചിങ്ങനെ തള്ളി കൊടുക്കുകയാണ്. പക്ഷേ വിക്രം ഒരു സൈഡിലോട്ട് പോവുകയാണ്. അയാളുടെ കയ്യിൽ കത്തി ഇരിക്കണം. ഈ കത്തി വെച്ച് വിക്രത്തിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്, കുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷേ വിക്രം വഴുതി മാറുമ്പോൾ കുത്ത് ചെന്ന് കൊള്ളുന്നത് അവരിൽ കൂടെ തന്നെ വന്ന വേറൊരാൾക്കാണ്. അങ്ങനെ കുത്ത് കിട്ടുകയാണ്. അങ്ങനെ അയാൾ വന്ന് വീഴുന്നു. ഈ വീഴുന്ന സമയത്ത് തന്നെ നമ്മുടെ SI സംഘവും അവിടെ എത്തുകയാണ്. ഉടൻ തന്നെ SI ഇറങ്ങിയിട്ട് പെട്ടെന്ന് ഇയാളെ എടുത്ത് ആശുപത്രി കൊണ്ടുപോകണമെന്ന് ശ്രീകാന്ത് പറയണം. ഒരു ഓട്ടോയിൽ ഉടൻ തന്നെ അയാളെ കുത്ത് കിട്ടിയ ആളിനെ എടുത്തുകൊണ്ട് പോവുകയാണ്. അവർ 6 പേരും പുതുതായിട്ട് വന്ന 6 പേരും ഈ കുത്ത് കിട്ടിയ ആളും അവരിലുള്ള ആളേനെ അവരെല്ലാവരും അവിടെ നിന്ന് മുങ്ങുകയാണ്. ഉടൻ തന്നെ നമ്മുടെ വിക്രത്തിനെ ഈ SI അറസ്റ്റ് ചെയ്യണം. കോറഡ ജീപ്പ് നീ അപ്പോൾ പറയും, നമ്മൾ സമാധാനപരമായിട്ട് ഇവിടെ സമരം ചെയ്തുകൊണ്ടിരുന്നതാണ്, ഞങ്ങൾ യാതൊരു പ്രക്ഷോഭവും ഉണ്ടാക്കിയിട്ടില്ല, അവരാണ് ഇങ്ങോട്ട് വരികയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തതെന്നൊക്കെ വിക്രം പറയുന്നുണ്ട്. ഇതൊന്നും നമ്മുടെ SI കേൾക്കുന്നില്ല. എന്നെ കൊല്ലാൻ ശ്രമിച്ചതാണ്, അത് വേറൊരാൾക്കാണ് കുത്ത് കിട്ടിയതെന്ന് ശ്രീകാന്തും പറയണം. ഉടൻ തന്നെ നമ്മുടെ SI ശ്രീകാന്തിനെ പിടിച്ച് നേരെ ജീപ്പിലോട്ട് അങ്ങ് കയറ്റുകയാണ്. അപ്പോൾ അങ്ങനെ ജീപ്പിനകത്തോട്ട് കയറ്റാൻ വേണ്ടി ഇങ്ങനെ പോകുന്നത് ഒരു ഓട്ടോ വരുന്നു നിൽക്കുകയാണ്. ആ ഓട്ടോയിൽ നിന്ന് നമ്മുടെ വേദ ഇറങ്ങുകയാണ്. വേദ ഇറങ്ങുമ്പോൾ ശ്രീകാന്തൊക്കെ ഒന്ന് പകയ്ക്കുന്നുണ്ട്, ഇവളെന്താ ഇപ്പം ഇവിടെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചോദിക്കുകയാണ്, മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ വേദ ഇറങ്ങുകയാണ്. എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ, യൂണിയനിലുള്ള ഒരാളെ കുത്തിയിട്ടിട്ട് കൊണ്ടുപോയിരിക്കണം. നല്ല അടിപൊളി പൊറോട്ട തിരക്ക് കാര്യങ്ങളൊക്കെ ശ്രീകാന്ത് പറയണം. നല്ല അടിപൊളി പൊറോട്ട തിരക്കഥയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയണം. സാറിന് നാണമില്ലേ സാർ, ഇത് പറയുമ്പോൾ തന്നെ ഓടി വന്ന് ഇതൊക്കെ ഇങ്ങനെ ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് നേരെ SIയുടെ അടുത്ത് ചെല്ലുകയാണ്. അപ്പോൾ SI ഇങ്ങനെ എടി എന്ന് പറഞ്ഞിങ്ങനെ വിളിക്കുകയാണ്. അപ്പോൾ പിന്നെ എടിയെന്നോ, വിളിക്കടോ വക്കീലെന്നോ,
ഞാനൊരു പിന്നെ എന്നെ അപമാനിച്ചാൽ തന്നെ തനിക്കെതിരെ ഞാനൊരു പരാതി അങ്ങ് കൊടുക്കും. പിന്നെ തന്നെ അറിയാമല്ലോ, എന്നെക്കൊണ്ട് വെറുതെ അത് ചെയ്യിപ്പിക്കരുത്. അത് കേൾക്കുമ്പോഴേ നമ്മുടെ SI ഒന്ന് ഒതുങ്ങുകയാണ്. എന്തായിരുന്നാലും വേദയുടെ അടുത്ത് കളിച്ചിട്ട് കാര്യമില്ലെന്നുള്ളതറിയാം. അങ്ങനെ വേദ കാര്യങ്ങളൊക്കെ തിരക്കിയിട്ട് പറയുന്നുണ്ട്. വേദ എന്തായിരുന്നാലും തിരക്കഥ കൊള്ളാം, കുറച്ചും കൂടി ഒരു ബലമുള്ള ഒരു തിരക്കഥ എടുക്കണ്ടേ. എന്നിട്ട് നമ്മുടെ വിക്രത്തിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ യൂണിയനിലുള്ള ആളാണോ ചോദിക്കുമ്പോൾ അല്ല, നമ്മുടെ യൂണിയനിലുള്ള ആളല്ല വന്നത് എന്ന് പറയും. ഇവിടുത്തെ തൊഴിലാളികളാണോ എന്ന് ചോദിക്കുമ്പോൾ പറയും അതും അല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്നോ വന്ന ആൾക്കാർ വന്നു, അടിയുണ്ടാക്കി അവർ പോയി. അപ്പോൾ അവർക്കെതിരെയല്ലേ നിങ്ങൾ കേസെടുക്കാനുള്ളത്? പിന്നെ വിക്രത്തിനെതിരെ എന്തിനാണ് കേസെടുക്കണത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. എന്തായിരുന്നാലും ഒരാളെ കൊണ്ടുപോയി അപ്പോൾ പറയും പോയ പിടികിട്ടാ പുള്ളികളെ സാറ് പോയി കണ്ടുപിടിക്കുക, അല്ലാതെ വിക്രത്തിൻ്റെ പിറകിലല്ല ചെന്ന് കറങ്ങാനുള്ളത്. എന്തായിരുന്നാലും നിങ്ങൾ വിക്രത്തിനെ ഇവിടുന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ സ്റ്റേഷൻ ജാമ്യത്തിൽ ഇറക്കാനുള്ള വകുപ്പേ ഉള്ളൂ. അത് ഞാൻ ഇന്ന് തന്നെ ഇറക്കുകയും ചെയ്യും. അതൊന്നും സാർ ഓർത്ത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നിങ്ങനെ നമ്മുടെ വേദ പറയണം. അപ്പോൾ എന്തായിരുന്നാലും മുന്നോട്ട് പോയിട്ട് കാര്യമില്ല എന്നുള്ളത് മനസ്സിലായി. പിന്നെ വിക്രത്തിനെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും സാറിനെതിരെയും മാനേജ്മെൻറ്റിനെതിരെയും ഞാൻ ഒരു പരാതിയും കൊടുക്കും. പിന്നെ അറിയാമല്ലോ കേസ് ഏത് വഴിക്കായിരിക്കും പോകണമെന്നുള്ളത്. ഉടനെ നമ്മുടെ ശ്രീകാന്ത് എനിക്ക് എന്തായാലും കേസില്ല. ഓഹോ, സാറിന് കേസില്ല എന്ന് വേദ ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ നമ്മുടെ ശ്രീകാന്ത് ഒന്ന് നിന്ന് പരിങ്ങാണ്. എന്നിട്ട് വേദ പറയുന്നുണ്ട്, ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ എന്തിനാ ഇങ്ങനെ കിടന്ന് ബഹളം ഉണ്ടാക്കണം എന്നിങ്ങനെ ചോദിച്ചിട്ട് ശ്രീകാന്തിനെ നേരെ തിരിഞ്ഞിട്ട് പറയണം, പിന്നെ തൊഴിലാളികൾക്ക് ന്യായമായി കൊടുക്കേണ്ട ആവശ്യങ്ങൾക്കെതിരെയാണ് ഇവിടെ സമരം ചെയ്യുന്നത്. അത് കൊടുക്കേണ്ടത് ആവശ്യമായ കാര്യവും തന്നെയാണ്. പിന്നെ നിങ്ങളത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലും ഈ മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള മാനേജ്മെൻറ്റിൽ അർഹതപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് ഞാനും വിചാരിക്കാം. ഞാനതങ്ങ് നടപ്പിലാക്കുകയും ചെയ്യും. പിന്നെ ഇതിൻ്റെ ഒന്നും ഒരാവശ്യവും വരില്ല. പിന്നെ ശ്രീകാന്തിന് ഒരു തരത്തിലും ഒന്നും പറയാം. കാരണം ശ്രീകാന്തിനുള്ളതുപോലെ തന്നെ എല്ലാ അവകാശങ്ങളും വേദയ്ക്കും ഉണ്ട്. അപ്പോൾ വേദ ഒരു സമ്മതം അങ്ങ് ആക്കി കഴിഞ്ഞാൽ പിന്നെ ആ ട്രസ്റ്റിൽ വേദയും അംഗമാണല്ലോ, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്നുള്ളത് ശ്രീകാന്തിന് മനസ്സിലാവുകയാണ്. അങ്ങനെ എല്ലാവരും കൂടെ കൈയടിച്ച് പാസ്സാക്കുകയാണ്. അപ്പോൾ എന്തായിരുന്നാലും എല്ലാം ആയല്ലോ എന്നുള്ള രീതിയിൽ അങ്ങനെ വീണ്ടും മുദ്രാവാക്യം മുഴങ്ങുകയാണ്. നമ്മുടെ വേദ വന്ന ഓട്ടോയിൽ തന്നെ നേരെ കയറി അങ്ങ് പോവുകയാണ്. അതോടുകൂടി ആ രംഗം അവിടെ അങ്ങ് അവസാനിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദിനിയാണ്. നന്ദിനിക്ക് ഉപവാസമാണല്ലോ. നന്ദിനി കട്ടിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉഴുതും മറിഞ്ഞും ഒക്കെ കിടക്കുകയാണ്. വിശന്നിട്ടാണെങ്കിൽ പാവം വയ്യേം താനും. അങ്ങനെ പതുക്കെ നമ്മുടെ നന്ദിനി എഴുന്നേൽക്കുകയാണ്. എഴുന്നേറ്റ് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ മേശപ്പുറത്തിരിക്കുന്ന ആ ജഗ്ഗിലാണെങ്കിൽ വെള്ളവും ഇല്ല. നാശം വെള്ളവും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് പതുക്കെ കതവ് തുറന്ന് വെളിയിലോട്ട് ഇറങ്ങിയിട്ട് അവിടേക്ക് നോക്കുമ്പോൾ എല്ലാവരും ഉറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് വേദം ഉറങ്ങിയോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഒന്ന് കറക്റ്റ് ചെന്ന് സുരക്ഷിതമായിട്ട് നോക്കി അവൾ ഉറങ്ങുന്നു. അപ്പോൾ കതവൊക്കെ കുറ്റിയിട്ടിട്ട് പതുക്കെ നേരെ അടുക്കളയിൽ വന്ന് ഓരോ പാത്രങ്ങളായിട്ട് തുറന്ന് നോക്കുകയാണ്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കാമല്ലോ. പക്ഷേ എന്ത് ചെയ്യാൻ, ഒരൊറ്റ പാത്രത്തിൽ ഒരു വറ്റ് ചോറ് പോലും എല്ലാം എടുത്ത് ഫിനിഷ് ചെയ്ത് കഴുകി നീറ്റാക്കി അടുക്കി വെച്ചിരിക്കണം. അങ്ങനെ നാശങ്ങളെല്ലാം തിന്ന് തീർത്തു, ഒരു വറ്റ് ചോറ് പോലും വെച്ചിട്ടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എവിടെയോ ഉണ്ടല്ലോ, അവൽ തിന്നാം എന്നും പറഞ്ഞ് ഓടിച്ചെന്ന് അവലിൻ്റെ ഡപ്പ എടുക്കുകയാണ്. നോക്കിയപ്പോൾ അവൽ അവിടെ തന്നെ ഉണ്ട്. അതിൽ നിന്ന് ഒരു പിടി അവൽ വാരി വായിക്കകത്തിട്ടിട്ട് ഇങ്ങനെ നോക്കുന്നതും വേദ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. പാവം നന്ദിനി ആകെ അങ്ങ് എന്തൊന്നുമില്ലാത്ത രീതിയിലായിപ്പോയി. അതേ, ഞാൻ ഉറങ്ങിയെന്ന് കരുതിയല്ലേ, പക്ഷെ ഞാൻ ഉറങ്ങിയിട്ടില്ലായിരുന്നു. നന്ദിനിയേട്ടി എഴുന്നേറ്റ് പോകുമെന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു, എനിക്കറിയായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഒന്ന് രണ്ട് പറയുമ്പോഴത്തേക്ക് നന്ദിനിയോട്, അതെ ഞാൻ ആകെ വിശന്ന് വലഞ്ഞിരിക്കണം, എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കരുത്, ഞാൻ നിയന്ത്രണം വിട്ടുപോയി ഞാൻ വല്ലതും ചെയ്തു പോകും കേട്ടോ. ആണോ, എന്നാൽ പിന്നെ ഞാൻ അമ്മയെ കൂടെ വിളിക്കാം എന്നിങ്ങനെ പറഞ്ഞു. വേണ്ട എന്ന് പറഞ്ഞിട്ട് നന്ദിനി പോകാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ പറഞ്ഞു, അതെ ഇനി വന്നേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുകയാണ്. നന്ദിനിയേട്ടി ഒരിക്കലും ഉപവാസം പിടിക്കില്ല എന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പായിരുന്നു. പിന്നെ ചെയ്യാൻ പറ്റാത്ത വ്രതങ്ങൾ എടുത്തിട്ടും കാര്യമില്ല, അത് ഫലവും ഉണ്ടാവത്തില്ല. നന്ദിനിയേട്ടത്തെ കൊണ്ട് ഒരിക്കലും അത് കഴിയില്ല എന്നുള്ള കാര്യം എനിക്ക് നല്ല ഉറപ്പായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് ചോറെടുത്ത് മാറ്റി വെച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. എനിക്കോ? അപ്പോൾ അത് എന്താ വേണോ? അപ്പോൾ ഒന്നും മിണ്ടുന്നില്ല. വേണമെങ്കിൽ വാ എന്നിങ്ങനെ പറയണം. അങ്ങനെ നന്ദിനി പിറകെ ചെല്ലുമ്പോൾ ഒരു പാത്രത്തിൽ ചോറൊക്കെ എടുത്ത് കറികളും എല്ലാം ഒക്കെ ആയിട്ട് വേദം അടച്ചു വെച്ചിരിക്കുകയാണ്. അങ്ങനെ അതുകൊണ്ടൊന്നും ഇങ്ങനെ കയ്യിൽ കൊടുക്കാൻ പോണെന്ന് പിടിച്ച് വാങ്ങിക്കുകയാണ്. വാങ്ങിച്ചിട്ട് തുറന്ന് നോക്കുമ്പോൾ ചോറും കറികളും എല്ലാം ഉണ്ട്. നന്ദിനിക്കാണെങ്കിൽ അങ്ങ് വിശന്നിട്ട് വയ്യ. അങ്ങനെ പതുക്കെ കസേരയിട്ടിരിക്കുകയാണ്. ഇരുന്നുടനെ വേദ പറയുന്നുണ്ട്, അതെ സ്നേഹം കൊണ്ട് എടുത്ത് വെച്ചതൊന്നുമല്ല, പിന്നെ നന്ദിനിയേട്ടത്തെ കൊണ്ട് ഒരിക്കലും ഇത് കഴിയില്ല എന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് ചെയ്തതാണ്. ഇനി എന്തായാലും വിശന്ന് പാവം എൻ്റെ വിക്രമിനെ നന്ദിനിയേട്ടത്തിൽ പ്രാവി കൊല്ലണ്ടല്ലോ എന്ന് കരുതി ഞാൻ എടുത്ത് വെച്ചത്, എന്തായാലും തിന്നോ എന്ന് പറഞ്ഞിട്ട് വേദ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. നന്ദിനി വലിച്ച് വാരി അങ്ങ് തിന്നുകയാണ് വിശന്ന്. അതോടുകൂടി ആ രംഗം തീരുകയാണ്. പിന്നെ അടുത്ത ദിവസത്തെ രംഗമാണ് കാണിക്കുന്നത്.
നമ്മുടെ വേദയുടെ ഓഫീസാണ് പിന്നെ കാണിക്കുന്നത്. അപ്പോൾ വേദയുടെ ഓഫീസിലേക്ക് നമ്മുടെ ശ്രീധരൻ കയറി വരുന്നുണ്ട്. മറ്റേ സത്യസന്ധനായി പെരുമാറുന്ന ഒരാളുണ്ടല്ലോ, ശ്രീനിവാസനെതിരെയൊക്കെ പ്രവർത്തിച്ച. അപ്പോൾ അദ്ദേഹത്തിനെ കാണുമ്പോൾ അവിടെയുള്ള ഒരാൾ ചോദിക്കുക, എന്താ സാറേ ഇങ്ങോട്ട് എന്ന് ചോദിക്കുമ്പോൾ പറയും, വക്കീൽ ഓഫീസിൽ പിന്നെ സിനിമ കാണാൻ വരാൻ പറ്റില്ലല്ലോ എന്ന് ശ്രീധരനും പറയുകയാണ്. ഞാൻ എന്താ ഈ കുട്ടിയെ കാണാൻ വേണ്ടി വന്നതാണ്, ഒരു കേസിൻ്റെ വക്കാലത്തെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയും. അപ്പം വേദയാണ് പറയുന്നത്. മറ്റ് ജൂനിയേഴ്സൊക്കെ വന്നു കയറുന്ന മുമ്പ് വക്കാലത്തൊക്കെ ഏറ്റെടുക്കാൻ തുടങ്ങിയോ എന്ന് പറയും. അപ്പോൾ അതിലൊരു ലേഡി ജൂനിയർ പറയും, അതെ ചക്രവാണി സാർ അറിഞ്ഞിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ കേട്ടോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ശ്രീധരൻ പറയും, ഞാൻ ചക്രപാണി സാറിനെ വിളിച്ചിരുന്നു, ഈ കുട്ടിയെ തന്നെ കണ്ട് ഏൽപ്പിക്കാനാണ് പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നതെന്ന് പറയും. അപ്പോൾ ആ ലേഡി ജൂനിയർ വക്കീൽ പറയും, ഓഹോ കോളടിച്ചല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ വേദ പെട്ടെന്ന് ഫയലൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ തുറന്ന് നോക്കുമ്പോൾ വേദ എന്തോ ആകെ അങ്ങ് വല്ലാതെ ഒരു അസ്വസ്ഥതയാവുകയാണ്. പെട്ടെന്ന് ശ്രീധരൻ്റെ അടുത്ത് പറയും, സാറൊന്ന് ഇവിടെ ഇരിക്കുമോ, ഞാനിപ്പോൾ വരാമെന്നുണ്ട്. ചക്രവാണി സാറിനെ ചെന്ന് കണ്ട് കാര്യം പറയണം. അപ്പോൾ പറയും, അതെ ഞാൻ പറഞ്ഞിട്ടാണ് വന്നത്. പറയും, അത് ശ്രീനിവാസൻ്റെ എല്ലാ കേസുകളും നമ്മളല്ലേ സാർ ഇവിടെ നോക്കുന്നത്, അപ്പോൾ അദ്ദേഹത്തിനെതിരെ അതിനെന്താ ശ്രീനിവാസൻ പൈസ തരുന്നു, അദ്ദേഹത്തിൻ്റെ കേസ് നോക്കുന്നു, ഇദ്ദേഹം പൈസ തരുന്നു, ഇദ്ദേഹത്തിൻ്റെ കേസ് നോക്കുന്നു, ഒരാളുടെ കേസ് മാത്രമേ നോക്കാവൂന്നൊന്നും നമുക്കില്ലല്ലോ, അതൊന്നും വേദം നോക്കണ്ട, വേദം ചെയ്തോളൂ എന്നിങ്ങനെ പറയണം. അല്ല സാറിൻ്റെ ഒരു ഒപ്പീനിയനും കൂടെ അറിഞ്ഞിട്ട് ചെയ്യാമെന്ന് കരുതിയാണ് ഞാൻ അങ്ങനെ ചോദിച്ചതെന്ന് പറയും. ഓക്കെ സാറില്ല. അങ്ങനെ വേദ തിരിഞ്ഞു പോകാൻ വേണ്ടി പോകുമ്പോൾ പറയും, വേദ ഒന്ന് നിന്നേ, പിന്നെ നമ്മുടെ ദർശൻ വക്കീലെ വിളിച്ചിരുന്നു, വേദയുടെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയില്ല, കോടതിയിൽ പോകുമ്പോൾ ദർശനെ ഒന്ന് ചെന്ന് കാണണമെന്ന് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. ഓക്കെ സാറെന്ന് പറഞ്ഞിട്ട് പോകണം. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദർശൻ ഇതുപോലെ കോടതി വളപ്പിൽ മറ്റൊരു അഡ്വക്കേറ്റുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദർശൻ എന്ന് വിളിച്ചുകൊണ്ട് ചെല്ലുകയാണ്. അങ്ങനെ ദർശനും വേദയും കൂടെ സംസാരിക്കുകയാണ്. നമ്മുടെ വിക്രത്തിൻ്റെ പഴയ കേസാണ്. അപ്പോൾ അതിൽ സംസാരിക്കുന്നത് നമ്മുടെ സുധാകരൻ മാഷിൻ്റെ ബാഗിൽ മയക്കുമരുന്ന് വെച്ചതിനെ കുറിച്ചുള്ളതാണ്. അപ്പോൾ അത് സ്കൂളിലുള്ള എല്ലാവരെയും ചോദ്യം ചെയ്തതിൽ പോലീസിനൊന്നും അങ്ങനെ ഒരു വിറ്റ്നസ് കിട്ടിയിട്ടില്ല. ഈ വീട്ടിൽ വെച്ച് തന്നെയാണ് ആ സംഭവം നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യം ഉറപ്പാണെന്ന് പറയുകയാണ്. അപ്പോൾ വീട്ടിലുള്ള ആരോ ഒരാളാണ് മാഷിൻ്റെ ബാഗിൽ കഞ്ചാവ് വെച്ചത് എന്നുള്ള കാര്യത്തിലേക്ക് എത്തപ്പെടുകയാണ് വേദയും നമ്മുടെ ദർശനും കൂടെ. പക്ഷെ അതിൽ ആരാണ് എന്നുള്ളതിലാണ് വേദ കൺഫ്യൂഷൻ ആവുന്നത്. അപ്പോൾ വേദയുടെ അടുത്ത് ദർശൻ ചോദിക്കുന്നത്, വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത് എന്ന് ചോദിക്കുമ്പോൾ അമ്മയുണ്ട്, വിശ്വട്ടനുണ്ട്, ശ്രീചേട്ടത്തിയുണ്ട്, വിനായകൻ ചേട്ടനുണ്ട്. ഇവർ 4 പേരല്ലാതെ പുറത്തുനിന്ന് ആരും വന്ന് അവിടെ വെക്കാൻ വഴിയില്ലല്ലോ. അപ്പോൾ ഈ പറഞ്ഞതിൽ ആരാണെന്നുള്ളതൊന്ന് ഊഹിച്ച് നോക്കൂ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് സാധ്യത ഏറെ കൂടുതലുണ്ട് എന്ന് പറയണമെങ്കിൽ അത് വിനായകൻ ചേട്ടനായിരിക്കണം എന്ന് പറയും. അപ്പം ദർശൻ പറയും, എക്സാക്ട്ലി അത് കറക്റ്റാണ്. കാരണം ഇപ്പം നമ്മുടെ വിശ്വേട്ടൻ്റെ കേസിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കാം, ആ കുറിയുടെ ആ ഒരു രസീത് അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ അത് ആകസ്മികമായിട്ടാണ് സംഭവിച്ചത് എന്ന് പറയുന്നുണ്ടെങ്കിലും അതൊന്ന് ഊഹിച്ച് എല്ലാം കൂടെയൊക്കെ ഒന്ന് കൂട്ടി വായിക്കുമ്പോൾ പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യുന്ന വിനായകനായി കൂടെ എന്നുള്ളതാണ്. അപ്പോൾ വേദ പറയണം, അതെ ഇനി അപ്പോൾ അത് അവിടെ നിന്ന് വേണം നമ്മൾ തുടങ്ങാനല്ലേ എന്നുള്ള രീതിക്ക് വേദ തീരുമാനങ്ങൾ എടുക്കുകയാണ്. അപ്പോൾ എന്തായിരുന്നാലും ആ ഒരു രംഗത്തോടു കൂടി തന്നെ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. നാളത്തെ നല്ലൊരു അടിപൊളി എപ്പിസോഡായിരിക്കും നമുക്ക് കാണാം. അപ്പോൾ എല്ലാ പേർക്കും എപ്പിസോഡ് ഞാൻ പറയുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. എല്ലാവരും കമൻറ്റുകൾ ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. അതുവരെ എല്ലാ പേർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, ബൈ, താങ്ക് യു.